ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ഒരു ഫുൾ ഡേ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷെ ആദ്യം തന്നെ പറയാം, സൗണ്ട് നന്നായിട്ട് പോയി കിടക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു 2-3 ദിവസമായി സൗണ്ട് ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ നടക്കൂല. അപ്പോൾ ഇനി എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7 മണി മുതൽ രാത്രി ഒരു 10 മണി വരെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കുന്നത്. രാവിലെ ഇപ്പോൾ 7 മണിക്ക് ലാബിലെത്തിയിട്ടുണ്ട്, ലാബ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇടക്കരയാണ് കേട്ടോ ലാബ് വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ഒരു കുട്ടി വരുന്നത് ഒരു 8 മണി 8:30 ഒക്കെ ആവും ആ കുട്ടി വരാൻ. അപ്പോൾ രാവിലെ വന്ന് ഞാൻ സിസ്റ്റമെല്ലാം ഓൺ ചെയ്ത് മെഷീനറീസൊക്കെ ഒന്ന് ഓണാക്കിയിടും. അതൊക്കെയാണ് രാവിലത്തെ കുറച്ച് പരിപാടീസ്. ഇന്ന് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. ലാബ് മാത്രമല്ല, ഒരു കല്യാണം, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കല്യാണം ഉണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കുഞ്ഞിനെ കാണാൻ പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകണം. പിന്നെ അങ്ങനെ കുറച്ചിന്ന് ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എൻ്റേത്. ഇപ്പോൾ രാവിലെ വന്നിട്ട് മുറ്റമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതും, ലാബാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ രാവിലെ വന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കുന്നതാണ്. പിന്നെ ഒരു തവണ ക്ലീൻ ആയി കഴിഞ്ഞ് ഒരു 10 പ്രാവശ്യം ഇങ്ങനെ അവിടെ നോക്കിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. വീണ്ടും ഒന്ന് പോയി നോക്കും. ക്ലീൻ ആയെന്നൊരു സാറ്റിസ്ഫാക്ഷനാണ് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു എക്സ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സ്റേ എടുക്കലും അങ്ങനെ കുറച്ച് പണികളാണ്. പിന്നെ ടെസ്റ്റിന് ഓവർ വരുന്ന സമയത്തൊന്നും നമുക്ക് ബ്ലഡ് എടുക്കുന്നതോ അങ്ങനെയൊന്നും ഓവർ വീഡിയോയിൽ കാണിക്കുന്നത് ശരിയല്ല. കാരണം എത്ര പേർക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമുണ്ടാവും ഒന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മളറിയാതെ വീഡിയോ എടുക്കുമ്പം ആരെങ്കിലുമൊക്കെ പെടുന്നുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഓവർ അറിയാത്ത ആളുകളൊന്നും പെടുത്താറില്ല കേട്ടോ. കല്യാണത്തിന് പോകാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അവരെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പപ്സൊക്കെ വാങ്ങി അത് കഴിച്ചു. കാരണം രാവിലെ 7 മണിക്ക് മുന്നേ ഫുഡ് കഴിച്ച് വന്നിട്ട് പിന്നെ ആ ചായയാണ് കുടിച്ചത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നന്നായിട്ട് വിശന്നു. പിന്നെ അവർ വന്ന് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ കേട്ടോ. പൂക്കോട്ടുംപാടാണ് കല്യാണം ഉണ്ടായിരുന്നത്. നമ്മളെ ഒരു ഫാമിലീൻ്റെ കല്യാണം തന്നെയായിരുന്നു കേട്ടോ. അപ്പം അവർ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വന്നു. ഞാനിവിടുന്ന് ലാബിൽ നിന്ന് കാറിലേക്ക് കയറി അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഒരു ടിപ്പിക്കൽ മലയാളി കല്യാണമാണ് ഈ കാണുന്നത് കേട്ടോ. നോർമൽ നമ്മുടെ ഒരു മലപ്പുറംകാര കല്യാണം. അങ്ങനെ ബൊഫയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആകെ ചോറ് നമുക്ക് ഇഷ്ടമില്ലത്ര മുന്നിൽ കൊണ്ടുവയ്ക്കും. അതിന് അങ്ങനെ വിളമ്പി കഴിക്കുക. പക്ഷെ നല്ല തിരക്കാവും. ചില സമയത്ത് ഒരു സീറ്റിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമുക്കൊരു സീറ്റ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മളവിടെ ഫുഡ് കഴിക്കലും കല്യാണത്തിൻ്റെ തിരക്കും. ഒരു സാധാരണ കല്യാണം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ കൊണ്ടിട്ടുണ്ട്. മാമയുടെ മാമ നീ ഞങ്ങൾ പോയിട്ടോ. കുപ്പിമായി ഞങ്ങൾ പോയി. കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. പോകാൻ പറ്റിയ പോളോ. ഹലോ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാനിപ്പം ലാബിൽ തന്നെ തിരിച്ചെത്തി. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ബാക്ക് ടു വർക്കിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടി നമുക്കൊരു സ്റ്റാഫുള്ളൂ. 2 പേരും ലീവിലാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഞാൻ രാവിലെ മുതൽ
രാത്രി വരെ നിൽക്കണം. അപ്പോൾ എന്തായാലും ഇന്നാണിപ്പോൾ ഒരു ലാസ്റ്റ് ഒരു കല്യാണത്തിന് പോക്കാണ്, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ. അപ്പം അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചൂടും ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ ഫുഡൊക്കെ കഴിച്ച് എന്നാലും ഇപ്പോൾ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. ഞാൻ നേരെ ഇങ്ങോട്ട് ലാബിലേക്കും വന്നു. അപ്പോൾ ഇനി ഒരു ഉച്ച ആകുമ്പോഴേക്കും ഡോക്ടേഴ്സ് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് പേഷ്യൻസും അങ്ങനെ കേസ് വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, പിന്നെ അപ്പോൾ കാണാം. നെയ്ച്ചോറൊക്കെ കഴിച്ചുകൊണ്ടാണ് തോന്നുന്നു. വൈകുന്നേരം നല്ലൊരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഒരു കട്ടൻ ചായയും ഓംലേറ്റും കൂടി കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ലാബിൽ നിന്ന് ഇറങ്ങി. പിന്നെ സിസ്റ്റർ വന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണല്ലോ. കുഞ്ഞിനൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫർഷാന റംഷീദ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണ് സിസ്റ്ററിന് വേണ്ടതെന്ന് ചോദിച്ചപ്പം മന്തിയാണ് പറഞ്ഞത്. പിന്നെ ഞാനും ഒരു മന്തി ഫാൻ ആയതുകൊണ്ട് ഞങ്ങൾ റെയ്താനിലാണ് കയറി കേട്ടോ, എടക്കര റെയ്താൻ. ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം റെയ്താനിലെ മന്തി എങ്ങനെ ഉണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ പ്ലേറ്റും സാലഡ്സൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് റൈസിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ വെയിറ്റിംഗ് ടൈമായിട്ട് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ പൊതുവെ റെയ്താനിൽ എപ്പോഴും കുറച്ച് നേരത്തെ കിട്ടാറുണ്ട് കേട്ടോ. മറ്റ് റെസ്റ്റോറൻറ്റ്സിനെയൊക്കെ അപേക്ഷിച്ച് പെട്ടെന്ന് റൈസ് വരാറുണ്ട്. ഇങ്ങനെ കഴിക്കുകയാണ്. മന്തി അൽഫാം പറയുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് കേട്ടോ മന്തി. അത് കഴിച്ച് ഞങ്ങൾ പിന്നെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഓണപ്പം മൊത്തല്ലോ അങ്ങനെ രാത്രിയായി. എൻ്റെ ഒരു ഫുൾ ഡേ ആണ് നിങ്ങളിന്ന് കണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.